എന്നൊരു സ്ഥലത്ത് പോവാണ് ടൂറ്. അപ്പോൾ നമ്മൾ പപ്പൻ്റെ ഓഫീസിൽ പോയി. അവിടുന്ന് പപ്പ നമ്മളെ പർച്ചേസ് മാറ്റി അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. എൻ്റെ ട്രോളി കേട്ടോ, നമ്മളങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങണേ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ ട്രെയിനിലേക്ക് കയറാൻ പോവാണ്. നമ്മൾ കയറി ട്രെയിനിലേക്ക് ഞാൻ കയറാം കേട്ടോ. എൻ്റെ ട്രോളി ഉമ്മി കേട്ടു. ഞാൻ കയറി. ഞങ്ങൾ പോയി. ഉമ്മി വരുന്നുണ്ട്. നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ല. അങ്ങനെ നടന്ന് സീറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ മുന്നിൽ ഒരു അങ്കിളും ആൻറ്റിയും ഇരിക്കുന്നുണ്ടായിരുന്നു. അവരെ ഫുഡിൽ ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ തന്ന്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ച് എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാൻ താഴത്ത് ചാർജ് കുത്താനുള്ള ഫ്ലഗാണ്. അങ്ങനെ നമ്മളെ ഫുഡ് പപ്പ ഓർഡർ ചെയ്ത് കണ്ടോ. എന്നിട്ട് നമ്മൾ യാത്ര ചെയ്യുകൊണ്ട് കേട്ടോ നമ്മൾ പോവാട്ടോ. ഞാനപ്പോൾ ഉറങ്ങിപ്പോയി. അപ്പം ഒന്ന് ഫോട്ടോ എടുക്കട്ടോ. അങ്ങനെ നമ്മൾ ഒരു എയറോപ്ലെയിനൊക്കെ ഉള്ള എറണാകുളത്ത് ഒരു എയറോപ്ലെയിനൊക്കെ ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടോ നമ്മൾ. എന്നിട്ട് പിന്നെ നമ്മൾ പാലത്തിൻ്റെ അതിലൂടെ അങ്ങനെ പോവുക. പിന്നെ ഐഷു അപ്പോഴേക്ക് ഉറങ്ങി. പിന്നെ കുറച്ചൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവട്ടോ. അങ്ങനെ പോവട്ടോ. നമ്മൾ മെല്ലെ വണ്ടി വിടുന്നുണ്ട് കേട്ടോ. ഇതാണ് വേറെ എവിടെയോ ഉള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഞാനവിടെ നോക്കാം കേട്ടോ. ഞാനവിടെ നോക്കി നമ്മൾ പോവട്ടോ. ഞാൻ അവിടുന്ന് ഫുഡ് പപ്പ ഉച്ചക്കത്തെ ഫുഡ് പപ്പ ഓർഡർ ചെയ്ത് ഞാനവിടുന്ന് കളിക്കുമ്പോൾ പപ്പന് ഫുൾ ഗെയിം കളിക്കുമ്പോൾ ഉച്ചക്കത്തെ ഫുഡ് ഓർഡർ ചെയ്ത് നല്ല ചോറും പിന്നെ കറിയും ഉണ്ടായിരുന്നു. പിന്നെ ചപ്പാത്തി അതേ ഉള്ളതിന്. പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു ഉണ്ടോ. സാമ്പാർ കറി, ഇത് ഇപ്പേരി, ചപ്പാത്തി, ഇത് ചപ്പാത്തി. പിന്നെ ഞാൻ ഗെയിമൊക്കെ കളിക്കാം കേട്ടോ. പിന്നെ എനിക്ക് ഐസ്ക്രീം തന്നപ്പം ഒരു ഫുഡിന് ഒരു ഐസ്ക്രീമേ തരും. പക്ഷേ ഈ ഐസ്ക്രീം കണ്ടപ്പോൾ പോലും 2 ഐസ്ക്രീം തന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നടുക്കുക കേട്ടോ. പിന്നെ ഒരു വേറെ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തി നമ്മൾ പിന്നെ പാലത്ത് കൂടെ പോവാം. നമ്മൾ പോവാട്ടോ. അപ്പോൾ അപ്പുറത്ത് കുറച്ച് സീറ്റ് ഒഴിവുണ്ടായും. നമ്മളവിടെ പോയിരുന്നു. ഞാനും പപ്പയും ഐഷും ഉമ്മയും ഞാനും പപ്പയും ഐഷും. പിന്നെ ഞങ്ങൾ കുറച്ച് പാട്ടൊക്കെ പാടിട്ടോ. ആ പാട്ട് ഐഷു പാടുക. പിന്നെ നമുക്ക് ഇറങ്ങാനുള്ള ടൈമായി. ഞങ്ങൾ ബാഗൊക്കെ ഇടുക കേട്ടോ. ഇത് ആജാങ്കിൽ നിന്നുള്ള അലുവായിരുന്നു. അങ്ങനെ അമ്മക്ക് ഇറങ്ങാനുള്ള സ്ഥലത്ത് നമ്മൾ ഇറങ്ങാം കേട്ടോ. നല്ല സൂപ്പർ വെയിലാണ്. പക്ഷെ മഴ പൊടിയുന്നുണ്ട്. ഇവിടെ 2 ആൾ കൊടയും ചൂടി നിൽക്കുന്നു. വെയിലായിരുന്നു പക്ഷെ എനിക്ക് കുറച്ച് മഴ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഞങ്ങൾ അടുത്ത് എത്തി. നമ്മൾ വണ്ടിയിൽ കയറി പോവാട്ടോ. ആ ഞങ്ങളുടെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ വണ്ടിയിലെത്തിയാണ്.
അങ്ങനെ നമ്മളെ ഹോട്ടലിലേക്ക് ഓബി താമരയിൽ പോയി കേട്ടോ. നമ്മളെ ഹോട്ടലിലേക്ക് അങ്ങനെ നമ്മൾ കയറുമ്പോഴേക്കും ഒരാളുണ്ടായിരുന്നു. നമ്മളെ ഡിക്കൊക്കെ ചെക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ ഇറങ്ങാട്ടും. അവിടെ അപ്പോൾ ഒരു ചെറിയ ബേബി ഉണ്ടായിരുന്നു. സെക്യൂരിറ്റി നമുക്കെല്ലാം എടുത്ത് റൂമിലേക്ക് കൊണ്ടാകത്ത് തന്ന് നമ്മളെ വണ്ടി ഒരാൾ പാർക്ക് ചെയ്യാൻ കൊണ്ടിട്ട് അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പണ്ട് ഇതിൻ്റെ മുന്നേ ഇവിടെ വന്നേനും അപ്പോഴും ഇവിടെ അതിനും കൂടി ഇവിടെ നല്ല രസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും ഇവിടെ വന്ന് അങ്ങനെ നമ്മൾ പപ്പ പറഞ്ഞ് നമ്മളെ റൂമിൻ്റെ കാർഡ് എടുക്കുക കേട്ടോ. ആ കാർഡ് എടുത്ത് അപ്പം ഐഷു അവിടെ പോയിട്ട് ഐഷുവിനെല്ലോ ഇഷ്ടമായി. അപ്പം അത് ഒക്കെ നോക്കട്ടോളൂ. നമ്മളെ റൂമിലേക്ക് പോകട്ടോ. പപ്പ നമ്മളെ റൂമിലേക്ക് പോവാണ്. ലിഫ്റ്റ് കയറി നമ്മളെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പോവാണേ ആ റൂമിലേക്ക്. ഞാൻ ഓടിപ്പോയി ബാക്കിയുള്ളവരൊക്കെ നടന്ന് വരട്ടോ. പിന്നെ ഞാൻ കാർഡിൽ വെച്ച് നമ്മൾ റൂം ഓപ്പൺ ചെയ്ത് കാർഡ് അവിടെ വെച്ചപ്പോൾ ലൈറ്റ് ഓണായി. അപ്പോൾ നമ്മൾ നടന്ന് കേട്ടോ. ടി വി ഒക്കെ ഓണായി. 2 TV ഉണ്ടായിന്. പിന്നെ ഞങ്ങൾ കണ്ടോ ബാത്റൂം. പിന്നെ കണ്ടോ നല്ല വ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ റൂമിലേക്ക് കയറി. നമ്മളെ റൂം താഴത്ത് പൂളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ലുലു മാളിൽ പോകട്ടോ. ഞങ്ങളെ ഹോട്ടലിൽ ഇപ്പുറത്താണ് ലുലു മാൾ, നടന്നു പോകാനേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഞങ്ങൾ കാറെടുത്താണേ പോയത്. കുറച്ച് ദൂരമുണ്ട് നടക്കുക. അതുകൊണ്ട് നമ്മളെ കാറെടുത്ത് തന്നെ പോയി. നമ്മളെ അടുത്ത ലുലു മാൾ കുറച്ചേ ഉള്ളൂ പോകാനും. കാറെടുത്ത് നമ്മൾ വേഗം എത്തിക്കഴിയാലോ. അതുകൊണ്ട് നമ്മൾ കാറെടുത്ത് ലുലു എത്തി. ലുലു കയറിയപ്പോഴേക്കും നല്ല രസമുണ്ടായിരുന്നു ലുലുവൊക്കെ കാണാൻ പറ്റത്തെ. നമ്മൾ പോവട്ടോ. നമ്മൾ അങ്ങനെ ഓലവിടെ പറഞ്ഞു വെച്ച് ഓലക്ക് അങ്ങനെ നമ്മൾ പോയി. നമ്മൾ പാർക്ക് ഇത് അങ്ങനെ ലൈറ്റ് വെച്ചറിയും. നമ്മൾ വണ്ടി നിർത്തിയാൽ റെഡ് ഉണ്ടാവും, വണ്ടി നിർത്തിയില്ലെങ്കിൽ ഗ്രീൻ ഉണ്ടാവും. അപ്പോൾ ഗ്രീൻ ലൈറ്റ് കണ്ടപ്പോൾ ഞങ്ങളവിടെ നിർത്തി. അപ്പോൾ റെഡായി. അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായിരുന്നു കേട്ടോ ഡോറും 2 സൈഡിലും. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ സ്റ്റോറിലെത്തി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾക്ക് അവിടുന്ന് ബലൂണൊക്കെ തന്നിട്ടോ. ചിക്കിങ്സിനാണ് ഞങ്ങൾ പോയത്. പിന്നെ ഞങ്ങൾ ലുലു ഫാഷനിൽ പോയിട്ടോ. ഒരു അപ്പം എനിക്ക് ഒരു പെട്ടി നിറച്ച് ഓഡ് വീൽസ് വാങ്ങി തന്നിട്ടോ. ഐഷുവിന് വേറൊരു സാധനവും. ലുലു ഹൈപ്പർ മാർക്കറ്റ് കയറി കേട്ടോ. ട്രോളിയൊക്കെ എടുത്ത് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ കയറി പോകട്ടോ. വൈറ്റ് കളറുള്ള സ്ട്രോബെറി. ഞാൻ വിചാരിച്ചു പച്ചയാണ്, പക്ഷെ ഇത് പച്ചയല്ല, ഇത് വൈറ്റ് ആണോ? അല്ലേ, നമ്മൾ പോവാണ് ഗൈസ്. നമ്മളുടെ നാട്ടിലേക്കല്ല, നമ്മളെ റൂമിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ റൂമിലേക്കല്ല പോകുന്നത്. ആജ അങ്കിള് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലത്തേക്ക് പോകാൻ. അത് ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട്.
എങ്ങോട്ടാ പോകുന്നത്? വള്ളക്കടവ്. വള്ളക്കടവ്? വള്ളക്കടവിന്ന് നേരെ നമ്മൾ വീഞ്ഞം പോകും. വീഞ്ഞം? അവിടെ എന്താ? വീഞ്ഞം ഫുൾ സീ ഫുഡിന്റെ ഏരിയ. ഓ, സീ ഫുഡ് ഫ്രഷ് ആയിട്ട് എല്ലാം ഫുൾ ഫ്രഷ്. ഓക്കെ. അതിനപ്പം താനെ ആ ജാങ്കിളിനെയൊക്കെ കൂട്ടിയിട്ടാണ് പോയത്. ആ ജാങ്കിളിനെ കൂട്ടിപ്പോയി. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു കേട്ടോ. അന്ന് എന്തിനാണെന്നറിയോ, ആ ജാങ്കിളിൻ്റെ വൈഫ് അവിടെ പ്രഗ്നൻ്റ് ആയിരുന്നു, ഒരു ബേബി വരാനായി. അപ്പം അതിലേക്ക് 2 മക്കളുണ്ടായിരുന്നു. ഓലെയും കൂട്ടി നമ്മൾ ഹോട്ടലിൽ പോയിട്ടോ. അവിടെ പോയി ഒരു ബീച്ചിൻ്റെ സൈഡിലായിരുന്നു കേട്ടോ. ബീച്ചിൻ്റെ ഒക്കെ സൈഡിലായിന് നമ്മളെ ഹോട്ടലിൽ എത്തി. കണ്ടോ ഹോട്ടൽ? അങ്ങനെ അവിടെ കയറി. നല്ല രസമുള്ള ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. അതാണ് ആ ജാങ്കിളിൻ്റെ മോന്. വേറൊരു മോനുണ്ട്, അവൻ എൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. അതിന്റെ ആ ഒരു ഇതില്ലേ, അത് മാത്രം മുകളിൽ ഇങ്ങനെ ഷിപ്പ് ചെയ്ത് വെക്കേ. ഇനി അതിലേക്ക് ഇറങ്ങി അങ്ങനെ നമ്മൾ ഒരു കൂന്തളൊക്കെ വാങ്ങി. ഇതിൽ കൂന്തളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ ഫുഡൊക്കെ വന്ന് പൊറോട്ടയായിരുന്നു. നമ്മൾ കഴിച്ചു പോവാണേ. നമ്മൾ ഹോട്ടലിലെത്തി. നമ്മൾ ഓല എന്തൊക്കെ ഉണ്ട് ചെക്ക് ചെയ്യാട്ടോ. ചെക്ക് ചെയ്യാട്ടോ. ഓല് നമ്മളെ വണ്ടീൻ്റെ അടിക്കൽ എന്തൊക്കെ ഉണ്ട് അങ്ങനെ ചെക്ക് ചെയ്യുക. പിന്നെ നമുക്ക് തുറന്ന് ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും നല്ല ടയർഡായിക്കൊണ്ട് റൂമിൽ പോയി എല്ലാവരും കിടന്നുറങ്ങി. നാളത്തെ വിശേഷങ്ങൾ അടുത്ത ബ്ലോഗിൽ കാണാം. അതുവരെ ബൈ.